അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊളോസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിൽ സ്വർഗത്തെക്കുറിച്ച് അതിശക്തമായി പ്രത്യാശയോടുകൂടെ നിങ്ങൾ കാത്തിരിക്കണമെന്നുള്ള തിരുവെഴുത്തിന്റെ സന്ദേശം നമുക്ക് കാണാൻ കഴിയും. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായ സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം, നേരം സുവിശേഷം എന്ന് പറയുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള ദൂത. അതെന്താ? സത്യസുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് എൻ്റെ പാപം ആ ക്രൂശിലൂടെ യേശു കർത്താവ് പൂർണ്ണമായും എന്നെ രക്ഷിച്ച സത്യം ഞാൻ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം നമ്മളെ നിത്യതയിലേക്കാണ് എത്തിക്കുന്നത്. നമുക്കറിയാം, 100 സുവിശേഷ പ്രസംഗങ്ങൾ കേട്ടാൽ അതിൻ്റെ അകത്ത് ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ് കൂടുതലും പറയുവാനും പഠിപ്പിക്കുവാനും ഉള്ളത്. പ്രിയമുള്ളവരെ, ഭൂമിയിലെ അനുഗ്രഹം ദൈവം നമുക്ക് തരാത്ത ദൈവമൊന്നുമല്ല നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്. അതുകൊണ്ടാ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വചനത്തിൽ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ഞാൻ സകലതും കൂട്ടിച്ചേർത്ത് കൊടുക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്വേഷണം എങ്ങോട്ടാ പോകേണ്ടത്? കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിലേക്കൊക്കെ പോകുമ്പോൾ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഉന്നതത്തിലുള്ളതാ, സ്വർഗത്തിലുള്ളതാ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ നിറച്ചിരിക്കുന്നു എന്ന് എഫെസ്യ ലേഖനം പറയുമ്പോൾ, അന്നേരം നമുക്ക് ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരണം എന്നതുകൊണ്ടാണ്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഇരിക്കുന്നിടമായ ഉന്നതത്തിലുള്ളത് അന്വേഷിക്കുവിൻ. ഈ ഭൂമിയിലുള്ളതല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ഭൂമിയിലുള്ളത് എന്തോ അത് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം. അവൻ നമുക്ക് തരാതെ വേറെ ആർക്കാ കൊടുക്കുന്നത്? തൻ്റെ മക്കൾക്ക് കൊടുക്കാതെ വേറെ ആർക്കും കൊടുക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടല്ലേ ഇസ്രായേൽ മക്കള് ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ ഈ മക്കളെ തേടിക്കൊണ്ട് ദൈവം അങ്ങ് കടന്നു ചെന്നത് ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്ന മോശയെ ഫറവോനെതിരെ സംസാരിക്കുവാനും ഫറവോന്റെ കയ്യിൽ നിന്നും പിടിച്ച് തേനും പാലും ഒഴുകുന്ന ഒരു കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകണം. വഴിയില്ലാത്ത സ്ഥലത്ത് വഴി തുറന്നുകൊണ്ട് ആ ദൈവം കൊണ്ടുപോയെങ്കിൽ മുമ്പിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവം. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഞാൻ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങളും ആകേണ്ടതിന് ഞാൻ വീണ്ടും വരും, വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞവന്റെ ശബ്ദം നമ്മുടെയൊക്കെ കാതിൽ വന്ന് ഇന്ന് മന്ത്രിക്കുന്നുണ്ട്. മകനെ, ഈ വചനം കേൾക്കണം. ഇത് സ്വർഗം സംസാരിക്കുന്നതാണ്. സ്വർഗത്തിന്റെ കാര്യത്തിന് വേണ്ടി ഇന്ന് ഹൃദയവും മനസ്സും തുറന്ന് മുഴങ്കാലിൽ മടങ്ങി പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ, കർത്താവേ, സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നെ നിറച്ചെങ്കിൽ ആ സ്വർഗീയ അനുഭവം അനുഭവിച്ച് നിന്റെ കൂടെ കടന്നു പോകത്തക്ക വിധമുള്ള ശക്തി ഇന്നെനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. യോഹന്നാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. വലിയൊരു ആത്മഭവിഷ്യതയുടെ നടുവിലാണ് പ്രാർത്ഥിക്കുന്നത്. സ്വർഗം തുറക്കുന്നത് കണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്വർഗീയ കാര്യങ്ങളെ കാണാൻ തക്കവണ്ണം ഒരുക്കമുള്ള ഒരു ഹൃദയം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ ഭൗതികമായ കാര്യത്തെക്കാൾ ഉപരി ആത്മീയമായ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിച്ചേ.
ദൈവം അത്ഭുതകരമായി നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ, നിന്റെ കൃപാസാന്നിധ്യം അനുഭവിക്കുവാൻ, സ്വർഗത്തിലുള്ള സകല ആത്മീയ കൃപയ്ക്ക് മുമ്പിലും മുട്ടുമടക്കുവാനും, ആത്മീയ സന്തോഷം അനുഭവിക്കുവാനും, ആത്മീയ അനുഗ്രഹത്തിലേക്ക് കടന്നു പോകത്തക്കത് എനിക്ക് ശക്തി തരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.